അയ്യോ വേദന ഉണ്ടോ അളിയാ? അവൻ ഇവിടെ ഇല്ല പറഞ്ഞു. കൈ കൈ നടരാജ കൈ മുഖത്തെന്ത് പറ്റി? എന്താടാ? മുഖംമൂടി ആക്രമണം. വളരെ കഷ്ടപ്പെട്ട രക്ഷപ്പെട്ടത്. മുഖംമൂടി ആക്രമണം. ആരാ ഇത്? മുഖംമൂടി ഇട്ടിരിക്കല്ലേ, അതുകൊണ്ട് ആരാ ചെയ്തെന്ന് അറിയാൻ മേല. എന്നിട്ട് എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വല്ല ആശുപത്രിയിൽ കൊണ്ടുവരുന്നില്ലേ? എന്റെ അമ്മാവ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി ഒന്നുമില്ല. എന്താ ഈ പറയുന്നത്? അവരെ നല്ല മര്യാദ ഉള്ളവരാണ്, നല്ല ബെസ്റ്റ് ഗുണ്ടകളാണ്. എന്താ ഈ ചെക്കൻ പറയുന്നത്? മുഖം ഇങ്ങനെ തേങ്ങ ചിറകിയ പോലെ ആക്കിയിട്ടാണ് അവര് ഡീസന്റ്. മുഖത്ത് മാത്രം കുഴപ്പമില്ല, ദേഹബോധം അവർ ചെയ്തിട്ടില്ല. എന്തുണ്ടായി അത് പറ. ഞങ്ങൾ നോക്കുമ്പോ ഈ മുഖത്തിന്റെ ചെവറിലിട്ട് ഇങ്ങനെ ഇട്ട് ഉറക്കുകയാണ്. പിന്നെ ഈ കൈ ഇങ്ങനെ വളച്ചു. എടാ ഇങ്ങനെ അവരിതൊക്കെ ചെയ്യുമ്പോ നിങ്ങൾ എന്താ ചെയ്തിരുന്നത്? ഞങ്ങൾ ഒളിച്ചിരിക്കായിരുന്നു. അതല്ലേ ഞങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റിയത്. നല്ല ബെസ്റ്റ് കൂട്ടുകാര്. പിന്നെ ഇതിൽ വലിയൊരു അടി വന്നപ്പോ ക്ലീറ്റസ് ഞങ്ങളിട്ട് ഓടിയതാണ്. ഞങ്ങൾ ഒളിച്ചിരുന്നോണ്ട് ഞങ്ങളുടെ തടി കഴിച്ചില്ലായി. തടി കഴിച്ചില്ലാവുന്നൊന്നും വിചാരിക്കണ്ട. അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ക്ലീറ്റസിനെ കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയത്. പറ്റിയത് ഇനി അധികം വരാൻ പറ്റില്ല. ചെല്ല് കോറി പൂട്ടാൻ ചെല്ലടാ. ഇതിലും വലുത് നടക്കും ഇനിയും. പിന്നെ തങ്കം എന്തായാലും അവന്മാര് ഡീസന്റ് ആണ്. ഞങ്ങൾ നോക്കുമ്പോൾ തല്ലുന്നതിന് മുന്നേ ഇവന്റെ മൊബൈലും കണ്ണടയൊക്കെ വാങ്ങിച്ചാൽ മതിലിന്റെ മേലിൽ വെച്ച്. അതുകൊണ്ട് ഇത് എനിക്ക് എടുക്കാൻ പറ്റും. ഇതായത് പിടിച്ച് ഞങ്ങൾ എന്ത് ചെയ്ത്? ഒന്നും ചെയ്തില്ലേ? ആ സുരേന്ദ്ര മുതലാളിയുടെ മരുവന്റെ കോറി പൂട്ടിക്കാൻ ചെന്നോണ്ടല്ലേ ഈ കോലത്തിലായത്. അത് ഞങ്ങൾ പൂട്ടിക്കും. കോറി നിങ്ങൾ പൂട്ടിക്കും. നിങ്ങൾ പോരായിരുന്നു പൂട്ടും. നടക്കാവിടെ. ഞങ്ങൾ ഈ ഓട്ടോയിലും അപ്പൊ ഓട്ടോയുടെ പൈസ ഇപ്പൊ തന്നെ കിട്ടും. കാട് തരാക്കാൻ നടക്കുക. അത് ശരിയാണ്. ഇങ്ങോട്ട് കേറി ഇരി നടരാ. നമുക്ക് അങ്ങോട്ട് പോയി. അതെ വീശി കൊടുത്ത് വെള്ളമൊക്കെ കൊടുക്ക്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിട്ട് സമരത്തിന് പോയിട്ട് വന്നേക്കാം. എഴുന്നേക്കാൻ നോക്കട്ടെ കാണിക്ക്. തലയൊരു ചെറിയ തട്ട് പറ്റിയിട്ടുണ്ടോ? തോല് മുഴുവൻ പോയേക്കണട്ടാ. നല്ല പണി അറിയണവരാ പണി കൊടുത്തേക്കണത്. കഴുത്ത് പോണം, അതാ ഞാൻ പറയണത്. ആരാന്ന് വല്ല ഒരു സംശയം എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെ അറിയാമാവോ? ചുറ്റും ശത്രുക്കളല്ലേ. അതുണ്ടാവും. സ്വഭാവം നന്നാവണം. പിന്നെ എന്റെ ബലമായ സംശയം കുറെ നാളായിട്ട് എനിക്കിപ്പോ ഇവിടെ ഒരു മുഖ്യ ശത്രു ഒരുത്തനേ ഉള്ളൂ. അവൻ ആര്? അപ്പുറത്തുള്ളവൻ. ഞാൻ ഒരു ഒറ്റ ഇടിയേണ്ടി വരും. അവനത്ര ഇതേ വേറെ ആരുമല്ല, ആ സുരേന്ദ്ര മുതലാളിയുടെ മരുവല്ലേ, ആ കോറി കമ്പനിയൊക്കെ ഉള്ളത്. അവന്റെ ഗുണ്ടകളാ. ഇന്നിവിടെ വന്നിരുന്നു. എന്നിട്ട് നേരാമണ്ണം നടന്നില്ലെങ്കിലേ കാല് തല്ലി ഓടിക്കുന്ന പറഞ്ഞിട്ട് പോയി. അയ്യോ, നീ എന്തിനാണ് അത് പൂട്ടിക്കാൻ പോയത്? അതന്നെ പാർട്ടി ഫണ്ടിലേക്ക് പൈസ വെച്ചിട്ട് അയാൾ തന്നില്ല. കുടുംബത്തെ വലിയ കാര്യമായി പോയി. നിങ്ങൾ ആ സുരേന്ദ്ര മുതലാളിക്ക് എത്ര കൊടുക്കാനുണ്ട്? അതിനെ ഇടയ്ക്ക് തരും, പിന്നെ വേണ്ടെന്ന് പറയും. അതുകൊണ്ട് ആണോ? എന്നിട്ട് ആ മനുഷ്യന്റെ കുബേരാന്ന് പറഞ്ഞ അയാളെ പിടിച്ച നിങ്ങൾ ആരാന്ന് നിങ്ങളുടെ വിചാരം? അതെ ഇങ്ങനെ വെറുതെ ഇപ്പൊ ഇങ്ങനെ ആക്കല്ലേ. ഇങ്ങനെ വെച്ചോണ്ടിരുന്ന രാവിലേക്ക് ഇങ്ങോട്ട് നീരെടുക്കുക. നീര് വരട്ടെ, നീര് വന്ന് ഇവിടെ കിടക്കട്ടെ, ഞാൻ നോക്കിക്കോളാം. അതെ നമുക്ക് ഡോക്ടറെ അടുത്തൊന്ന് പോയാലോ? ആശുപത്രി പോവാടാ. അതെ ആൾക്കാരൊക്കെ അറിഞ്ഞ മോശമാവും. ഇവിടെ വേദന ഉണ്ടോ? അവിടെ ഇല്ല. അതെ ഇതിങ്ങനെ വിട്ട് ഞാൻ കരകനെന്ന് വിളിച്ചു പറട്ടെ. ഓരോരോ പണിക്കിറങ്ങിട്ട് നോക്കട്ടെ, കാണിച്ചേ. കഷ്ടം ക്ലീറ്റോ. അതെ നീ അമ്മാവനൊന്ന് വിളിച്ചേ. കനകളിന്റെ ഇതൊന്നും പറയില്ലെന്ന് അമ്മാവനൊന്ന് വിളിക്ക്. എല്ലാവരോടും പറയണം. അങ്ങ് പറയാ, ആളിയനൊക്കെ അറിഞ്ഞ ശരിയാവൂല അത്. ക്ലീറ്റോനെ ക്ലീറ്റോനെ പൊതിഞ്ഞ് ഞാനൊരു കടലാസി പൊതിഞ്ഞ് എന്റെ ഉള്ളിൽ വെക്കട്ടെ, പുറത്ത് പോവാതിരിക്കാവോ? നീ എല്ലാം കൊല്ലു തങ്കം. നീ അമ്മാവനൊന്ന് വിളിക്ക്. അമ്മാവനോട് പറയാ ആളിയനെ വിളിച്ചത് പറയില്ലെന്ന് പറയും. തങ്ക. വെള്ളം എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട, എനിക്ക് ഇച്ചിരി മനസമാധാനം വേണം. മനസമാധാനം അളിയനൊന്ന് വിളിക്കല്ലെന്ന് പറ. അയാൾ വിളിക്കിപ്പോ.